നമ്മൾ ഇങ്ങനൊരു കൂട്ടം, ഇങ്ങനൊരു ഒത്തുകൂടൽ, ഇങ്ങനൊരു രസം, ഇങ്ങനൊരു ബഹളം എല്ലാം കൂടി അതിനെക്കുറിച്ച് മുമ്പത്തേൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വന്നു. നമ്മൾ എല്ലാവരും ഭയങ്കര ഒന്നും കൂടിയും ഇൻറ്റിമേസിയായി എല്ലാവരും കൂടി പറയുകയാണെങ്കിൽ അല്ലേ. നമ്മുടെ തറവാട്ടിലോട്ട് കയറുന്ന പോലെയാണ് അമ്മ ഓഫീസിലേക്ക് കയറുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഇപ്പോൾ. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്കിറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടുകാരെന്താ പറയണേ ഈ കുടുംബയോഗത്തിനെ കുറിച്ച്? ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു, സത്യം പറഞ്ഞാൽ ഷൂട്ടിംഗ് പോലും അവർ കാണാൻ ഞാൻ കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. കാണാൻ കൊണ്ടുപോയിട്ടില്ല. ഇത് അങ്ങനെ സിനിമ നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്നു. അവർ സെക്രട്ടറിയിലാണ് വൈഫ്. ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനൊരു പരിപാടി ആയതുകൊണ്ട്. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണോ അറിയണത്, അതോ അവരറിഞ്ഞോ? അല്ലല്ല, അവരറിഞ്ഞു. നമ്മളെല്ലാം ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പരിപാടിയാണ്, നീ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എല്ലാവരും വരുമോ എന്ന് ചോദിച്ചു. എല്ലാവരും കുടുംബത്തിനെ കൊണ്ടുവരുമോ? ഞാൻ പറഞ്ഞാൽ എല്ലാവരും വരും. അങ്ങനെ ആദ്യമായിട്ട് അവരിപ്പോൾ എറണാകുളത്ത് വന്നിട്ടുണ്ട്. നാളെ ഇങ്ങനെ കുടുംബസംഗമം, ഇതൊരു പുതിയ തുടക്കത്തിന് കാരണമാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അതെ, പിന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മളീ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ തമ്മിലുള്ള അസോസിയേഷനൊന്നും അവർക്കറിയില്ല. ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അസോസിയേഷൻ അവർ വിചാരിക്കുന്നത് കഴിഞ്ഞാൽ ഇവരെല്ലാം സെപ്പറേറ്റ് എൻറ്റൈറ്റീസ് ആണെന്നാണ് ജനങ്ങളും അങ്ങനെ വിചാരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിലും നമ്മൾ വേറെന്തോ ഒരു, നമുക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, നമുക്ക് കുടുംബങ്ങളില്ല, നമുക്ക് കുടുംബ ബന്ധങ്ങളില്ല എന്നൊക്കെയുള്ളൊരു ധാരണയായിരിക്കാം. അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ നമ്മളുടെ കുടുംബങ്ങൾ തമ്മിലും ഒരു മിങ്കിളിങ് ഉണ്ടാകുന്ന നല്ലതാണ്. നമ്മൾ മെമ്പേഴ്സ് തമ്മിലൊരു മിങ്കിളിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചേച്ചി കണ്ടാലും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ, ഇപ്പോൾ എൻ്റെ വൈഫിനെ പോലും ചേച്ചി കണ്ടിട്ടുണ്ടാവില്ല. ചേച്ചിയുടെ ഹസ്ബൻഡിനെ എനിക്കറിയാം, കാരണം ഹീ ഈസ് ഓൾസോ ഇൻ ദിസ് ഫീൽഡ്. അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ടോട്ടൽ എക്സൈറ്റ്മെൻറ്റിലാണ് 100%. അപ്പം നവാസിൻ്റെ, നിങ്ങളിപ്പോൾ മൊത്തം കുടുംബം സിനിമ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് എന്നാലും അവരൊക്കെ എത്തില്ലേ നാളേക്ക്? എങ്ങനെയാണ് പരിപാടി? പിന്നെ രഹന വരും, മക്കൾ വരും. അവർ ശരിക്കും ശരിക്കും ഇതെന്താ നടക്കണേന്ന് ചോദിച്ചില്ലേ? അല്ലേ, നമുക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു ശരിക്കും എന്താണെന്ന്. ഞാൻ അത് എൻ്റെ ഡൗട്ട് തീർക്കായിരുന്നു, ഇതെങ്ങനെയാണ് ശരിക്കും പരിപാടി. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മളത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ വിജയൻ ചേട്ടനും ബാബു ചേട്ടനൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു കുടുംബം ആയിട്ടുള്ളൊരു കൂടിച്ചേരൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ അവരിപ്പോൾ ഒരു അവാർഡ്സ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകണമെന്നല്ലാതെ നമ്മുടെ ഒരു കൂട്ടായ്മയില്ല, നമ്മുടെ കുടുംബത്തിനകത്ത് അവരാരും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിങ്ങിലാണ്. ഞങ്ങളും കാത്തിരിക്കുന്നു. നമ്മൾ അടിച്ചുപൊളി. എന്തായാലും നിങ്ങൾ മൂന്നുപേരും നിൽക്കുമ്പോൾ ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലിയിലേക്ക് കിടക്കും. എന്ത് പറയുന്നു? ഇത്തവണത്തെ വ്യത്യാസം ഫാമിലി എത്തില്ലേ നാളെ? ഈ ഫാമിലി വരുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അവരെന്താ ചോദിച്ചു, ഇതെന്താ നടക്കണേന്ന് ചോദിച്ചു. ഇതിപ്പോ നമ്മുടെ വീട്ടിലൊരു കല്യാണം നാളെ നടക്കാൻ പോകുന്നു. ഇന്നിപ്പോ അതിന്റെ തലേദിവസത്തെ പരിപാടികൾ, ചാപ്പാട്. അവർ എക്സൈറ്റഡ് ആണ്. എന്ത് കുപ്പായ ഇടണം, എല്ലാം രസമല്ലേ, എല്ലാവരും ഒന്നിച്ച് കാണാന്നൊക്കെ പറഞ്ഞ ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. സോ ഓൾ എക്സൈറ്റഡ് ഫോർ ടുമോറോ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പരിപാടിയിലുണ്ട്? ഞാൻ എന്ത് പരിപാടി ഇല്ലാത്തത്? അല്ല, നിങ്ങൾ കോസ്റ്റ്യൂം അറിയില്ല അതില്. എനിക്ക് ഞാനങ്ങനെ സ്റ്റേജ് ഷോയിൽ ഒരു അത്ര നല്ല ഒരു ആളല്ല. സ്പോർട്സ്മാൻ ആണോ? വടംവലിയുണ്ട്. വടംവലിയിലുണ്ട്. വടം ഞാൻ ഇവനിടും, മറ്റേ ഹൈദരാലിക്ക് വലിയ. പക്ഷെ എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. വെരി ഹാപ്പി. എനിക്ക് ഈ ഡ്യൂട്ടി ഇഷ്ടപ്പെട്ടോ? ഞാൻ മുക്കൊരു പ്രതീക്ഷിക്കുന്നില്ല. ഇത് എനിക്ക് റിക്വസ്റ്റ് വന്നു, എന്തുകൊണ്ടായിക്കൂടാ, അമ്മയിലല്ലേ എന്തു ആവാം. അപ്പൊ നമ്മുടെ സുധീർ, നിങ്ങൾ പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നു. എന്നാലും ഫാമിലി റെഡി അല്ലേ? നാളെ വരും. അവരെന്താ ആദ്യം പറഞ്ഞേ ഇങ്ങനെ ഒരു പരിപാടിയുടെ? ഭയങ്കര സന്തോഷമല്ലേ, എൻ്റെ അമ്മയൊക്കെ ഭയങ്കര അതെ, ശരിക്കും എന്നെ കൊണ്ടുപോകണമെന്ന്. കാരണം നമ്മുടെ മീറ്റിങ്ങിലൊന്നും നമ്മളൊറ്റയ്ക്കല്ലേ അറിയുന്നുള്ളൂ. ഇത് സത്യമായിട്ട് നീ എന്നെ കൊണ്ടുപോകുന്നൊക്കെ. സോ ഓൾ എക്സൈറ്റഡ്. അതെ. ഓക്കെ, ഇവിടെ രണ്ട് സ്ത്രീകളുണ്ട്, നമുക്ക് ഇവരെ കയ്യോടെ പിടിക്കാം. ഹലോ, നിങ്ങളുടെ വീട്ടുകാർ നാളെ വരും? പിന്നെ അവരെന്താ ചോദിച്ചു ആദ്യം? അവരൊന്നും ചോദിച്ചില്ല, അവരെല്ലാരും വീട്ടിലില്ല. അല്ല, നമ്മളെല്ലാരും കൂടിയാണ് പോണേന്ന് ചോദിച്ചപ്പോ എന്താ
ചോദിച്ചില്ലേ ശരിക്കും നടക്കണ കാര്യമാണോ? ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ നമ്മളിങ്ങനെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് മാറ്റാൻ പറ്റത്തില്ല. വാഗ്ദാനം കൊടുത്തു. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. ഹസ്ബൻഡ് ഗൾഫില്ല, വരാൻ പറ്റില്ല. മക്കളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ആരൊക്കെ വരും, എങ്ങനെയൊക്കെ വരും, സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എന്താ വെച്ചാല് നമ്മൾക്കും എല്ലാവരെയും പോലെ ജോലിക്ക് പോകണവരാണ് നമ്മൾ ജോലിക്ക് പോകും, തിരിച്ചു വരും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി ഇവര് സ്ക്രീനിൽ കാണുമോ, ജോലിയെ കാണുന്നുള്ളൂ. പക്ഷെ ജോലിക്കുള്ള തയ്യാറെടുപ്പ്, അതിനിടയ്ക്കുള്ള ഇന്ററാക്ഷൻ ഒന്നും ഇവർ കാണുന്നില്ല. പിന്നെ ഇവരും നാട്ടുകാരെ പോലെ കേൾക്കുന്ന ന്യൂസും അറിഞ്ഞ ന്യൂസുകളും മാത്രമേ ഉള്ളൂ. അതല്ലാതൊരു ലോകം നമുക്കുണ്ട്. നമ്മള് തമ്മിൽ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചിരിക്കുന്നതും നമ്മള് സംസാരിക്കുന്നതും ഇതൊന്നും എപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇതെപ്പോഴും കണ്ടിട്ട് ഹലോ പറയേണ്ടതും അപ്പൊ ആ ഒരു സാധനം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡെപ്ത് നമുക്ക് ഉണ്ടെന്നുള്ളത് നമ്മുടെ വീട്ടുകാരറിഞ്ഞാൽ മതി, നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. വർഷത്തില് നമ്മള് മീറ്റിംഗില് അതെ, മീറ്റിങ്ങിന് അതും ആളുകൾ കാണുന്ന എങ്ങനെയാണ്, ഇവര് വന്ന് എന്തൊക്കെയോ കഴിച്ച് ഭക്ഷണം കഴിച്ചു, അതിനപ്പുറമാണ് നമ്മുടെ കുടുംബം ആണ്. ഞാൻ പറയുന്ന ജോലിയെ കുടുംബമായിട്ട് കാണണമെന്ന് പോലും ഞാൻ പറയില്ല. പക്ഷെ ഇത് നമ്മുടെ ലോകമാണ്. അതെ അതെ, കുടുംബം വേറെ, അതൊക്കെ മാറ്റി വെച്ചാൽ നമ്മൾ ഈ വർഷത്തിൽ ഒരിക്കൽ കാണുമ്പോൾ പോലും ഭയങ്കര നിറഞ്ഞ മനസ്സാണ്. ഫാമിലി ഫീൽ ഉണ്ട് ഫാമിലി എന്നുള്ളത് ആണ്. പക്ഷെ നാട്ടുകാർക്ക് ഈ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അവരെ നന്നാക്കാനോ അവരെ ക്ലാരിഫൈ ചെയ്യുന്നോ നമ്മുടെ ജോലിയല്ല. എന്നാൽ പോലും ഞാൻ പറയണേ, ജോലി ഇപ്പം ഒരു കോർപ്പറേറ്റ് ജോലിക്ക് പോണ ആൾക്ക് ആ സ്ഥലം ഫാമിലി അല്ല. നമുക്ക് എന്തുകൊണ്ട് ഫാമിലി എന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ ജോലിയിൽ ഇമോഷൻസ് ഉണ്ട്, കഥാപാത്രങ്ങളുണ്ട്, നമ്മൾ ഇമോഷൻ വിറ്റിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഫാമിലി കണക്ട് ആവണത്. ഇന്ന് സഹോദരനായിരിക്കും, നാളെ ഭർത്താവായിട്ട് അഭിനയിക്കും, നാളെ അമ്മ മീറ്റിംഗ് എന്ന് പറയുമ്പോഴേ ജനറലി ആൾക്കാർക്കുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെന്താണെന്നുള്ള ഈ പ്രാവശ്യം ഫാമിലിക്ക് ആദ്യം മനസ്സിലാവട്ടെ. അവര് പറഞ്ഞു, പിന്നെ ആരോടും പറഞ്ഞില്ലെങ്കിലും വേണ്ട, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ നോക്കുന്ന കണ്ണുകളിൽ ആ സന്തോഷവും ആ അഭിമാനം ഉണ്ടായാൽ മതി. എന്റെ അമ്മയ്ക്കൊക്കെ എല്ലാ വർഷവും നിങ്ങളെല്ലാവരും, നമ്മൾ ചിലപ്പോൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളെയും കാണുന്നില്ലല്ലോ, എല്ലാ വർഷവും ആഗ്രഹിക്കും എല്ലാവരെയും കാണണം. ഇത്തവണ പറയാ, നീ പോയില്ലേലും ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഡ്രസ്സും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നേരത്തെ എല്ലാം വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നാളെ മാറും. തീർച്ചയായിട്ടും. സോ ഓൾ സെറ്റ് ഫോർ ടുമോറോ. നമ്മൾ സ്റ്റേജിൽ കാണും അല്ലേ? അതെ, അടിച്ചു പൊളിക്കുക. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.